യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആ തിരുവചനം ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ തിരഞ്ഞെടുത്ത യേശുരനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. അവിടെ തൊട്ട് തുടങ്ങാം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും, വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കുകളെയും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും, നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും ഞാൻ പകരും. പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ ജനത്തെ മടക്കി കൊണ്ടുവരാൻ എഴുന്നേൽപ്പിച്ച ശക്തനായൊരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകൻ 41 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ പ്രവാചകന്റെ പല തരത്തിലുള്ള പ്രവചനങ്ങൾ കാണും. നമുക്ക് മനസ്സിലാകാനായിട്ട് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരട്ടെ. 42-ാം അധ്യായം 3-ാം വാക്യം. ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. പ്രവാചകൻ പ്രവചിക്കുക, എൻ്റെ ദൈവം വന്നത് പിന്മാറ്റത്തിൽ പോയ നിന്നെ തല്ലാനല്ല, മറിച്ച് നിന്റെ ചതയപ്പെട്ട അനുഭവങ്ങളെ ഒടിക്കാൻ വേണ്ടിയല്ല, പുകഞ്ഞോണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ ഇച്ചിരൂടെ പുകയ്ക്കാനല്ല, നിന്നെ ഒന്ന് ആളി കത്തിക്കാനാണ്. താഴോട്ട് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്റെ കൈക്ക് പിടിച്ച് ഞാൻ നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. എന്നെ ഞാൻ ജനത്തിനൊരു നിയമവും ജാതികളെ ഒരു പ്രകാശവുമാക്കി മാറ്റും. 43-ാം അധ്യായം 4-ാം വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. തന്റെ ജനത്തോട് പറയുകയാണ്, സ്തോത്രം, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് വിലയേറിയവനായിട്ടാണ്. നീ ദൈവത്തിന് ഒത്തിരി മാന്യനായിട്ടാണ് കണ്ടേക്കുന്നത്. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ചിലരോടൊക്കെ പരിശുദ്ധാത്മ പറയുക, നിന്റെ സകല പിന്മാറ്റ ജീവിതത്തെയും കർത്താവിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ പോവുക. അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ് എന്നുള്ള ഉറപ്പ് കൊടുക്കുക. 43-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഇപ്പോഴേ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ, നദിയിലൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല. അവൻ നിന്റെ, കണ്ടോ, ദൈവം വാക്ക് കൊടുക്കുക. സ്തോത്രം. നീ ഒന്നും പേടിക്കണ്ട. നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരും, പക്ഷേ അത് നിന്നെ കവിയത്തില്ല. തീ കൂടെ നടക്കേണ്ടി വരും. നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല. നിന്നെ വേവിക്കാൻ കഴിയത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. അതിന്റെ കാരണം എന്താ? നിന്റെ കൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ എല്ലാ വാക്യങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല. 13-ാം വാക്യം. ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. സ്തോത്രം. 18-ാം വാക്യം. മുമ്പേ ഉള്ളവയെ ഓർക്കണ്ട, നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പണ്ടത്തെ കാര്യം ഒന്ന് ഓർത്ത് താടിക്ക് കൈ തൊടുത്തോണ്ടിരിക്കേണ്ടതാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. നിനക്ക് വേണ്ടി പുതിയൊരു കാര്യം എന്ത് ചെയ്യാൻ പോവാ? ചെയ്യാൻ പോവാ. അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. പ്രവാചകൻ പ്രവചിച്ച് വന്ന് 44-ാം അധ്യായത്തിലെ പ്രവചനത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അവിടെ പ്രവാചകന് 4 പകർച്ചകളെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പകർച്ച എവിടെ എഴുതിയിരിക്കുക? ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം പകരാൻ പോവാ. വരണ്ട നിലത്തേക്ക് ഞാൻ നീരൊഴുക്കുകളെ പകരാൻ പോവാ. നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരാൻ പോവാ. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പകരാൻ പോവാ. സ്തോത്രം.
ഒന്നാമത്തെ പകർച്ച വെള്ളത്തിൻ്റെ പകർച്ച, രണ്ടാമത്തെ പകർച്ച നീരൊഴുക്കിൻ്റെ പകർച്ച, മൂന്നാമത്തെ പകർച്ച ആത്മാവിൻ്റെ പകർച്ച, നാലാമത്തെ പകർച്ച അനുഗ്രഹത്തിൻ്റെ പകർച്ച. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് ദൈവം നിൻ്റെ മേൽ ഒരു പുതിയ പകർച്ച വരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു പകർച്ച എൻ്റെ കർത്താവ് തരണമേ. നമുക്ക് വാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം പകരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാമോ? ഒരു ദൈവമൈതനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ദാഹമുണ്ടായിരിക്കണം. ഭൗതിക കാര്യങ്ങൾക്കെല്ലാം മനുഷ്യർക്കും ദാഹം. എനിക്ക് പുതിയ വീട് വേണം. ചിലർ പറയും, ബ്രദറെ ഞാൻ ചത്ത് കടന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് പുതിയ വീട് വേണം. സ്തോത്രം. എന്നാൽ നീ അഭിഷേകം പ്രാപിക്കാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താണ് വേണ്ടുന്നില്ല. നിന്റെ കുഞ്ഞ് എംടെക് പാസ്സാകാൻ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിന്റെ കുഞ്ഞ് ആ ബൈബിളൊന്ന് വായിച്ചു തീർക്കാൻ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എംടെക് പഠിച്ചാൽ നിന്റെ കുഞ്ഞ് ആരാകുമെന്ന് നിനക്കറിയാം, പക്ഷെ ബൈബിൾ വായിച്ചാൽ നിന്റെ കുഞ്ഞ് ആരാകുമെന്ന് നിനക്കറിയാമോ? മിണ്ടുന്നില്ല. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന ഭാഗം, നമ്മുടെ അകത്ത് ആർക്കുമില്ലാത്ത ഒരാത്മീക ദാഹം യേശു നമ്മുടെ അകത്ത് തരട്ടെ. ചില കണ്ടിട്ട് ചെറുക്ക് ഭയങ്കര ആത്മീക ദാഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ പകരാൻ തയ്യാറാ. എവിടാ പകരുന്നേ? ദാഹിച്ചിരിക്കുന്നിടത്ത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ആമോസിൻ്റെ പ്രവാചകന് ഒരിക്കൽ പ്രവചിച്ച ഒരു പ്രവചനമുണ്ട്. ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ഇത് യഹോവയുടെ വചനം കേൾക്കാനുള്ള വിശപ്പ് തന്നെ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് ദാഹമല്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കത്തില്ല, ഒരു നാളും ദാഹിക്കത്തില്ല. ആരൊക്കെ തടഞ്ഞാലും, സ്തോത്രം, ആരൊക്കെ മതിൽ കെട്ടിയാലും അതൊക്കെ പൊളിച്ച് ഒരാൾ ദൈവത്തിൻ്റെ അടുക്കൽ വരാനുള്ള ഏക കാരണം എന്താ? അവൻ്റെ അടുക്കൽ ചെന്ന വിശപ്പ് മാറും, അവൻ്റെ അടുക്കൽ ചെന്ന ദാഹം മാറും, അവൻ്റെ അടുക്കൽ ചെന്ന എല്ലാ പ്രതിസന്ധിയും മാറും. ഞാനിന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ഈ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ വിശപ്പിനെയും നിൻ്റെ ജീവിതത്തിൻ്റെ ദാഹത്തെയും ഒരുപോലെ മാറ്റാൻ കഴിവുള്ള യേശു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല, മറിച്ച് എന്താണ്? വെള്ളത്തിനായുള്ള, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്. ദൈവവചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ്, ദൈവവചനം പാനം ചെയ്യേണ്ടതിനുള്ള ദാഹം. സ്തോത്രം. ഒരിക്കല് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും, എന്നാൽ എനിക്ക് ഒരിക്കലും ദാഹിക്കാത്തൊരു വെള്ളം ഞാൻ പരിചയപ്പെടുത്താം. അതെവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? അത് ഞാൻ കൊടുക്കുന്ന വെള്ളം. ഇന്ന് മകൾ ജനകോടികളുടെ ദാഹം തീർത്ത ഉറവ ഇന്നിവിടെ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ആരൊക്കെ തടഞ്ഞിട്ടും ആരൊക്കെ തടസ്സമിട്ടിട്ടും അതിനെയൊക്കെ പൊട്ടിച്ച് ഇത് പാനം ചെയ്യാൻ ഓടി വരാൻ കാരണം എന്താ? ഈ വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കത്തില്ല.